ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹുജുറാത്തിലെ 11-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പരിഹസിക്കുക, പരസ്പരം ദുഷ്പേരുകൾ വിളിക്കുക, ആളുകളെ അവഹേളിക്കുക തുടങ്ങിയ ദുസ്വഭാവങ്ങളെപ്പറ്റിയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. 12-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബൂ കസീറം മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ. വിശ്വസിച്ചവരെ, മിക്ക ഊഹങ്ങളും നിങ്ങൾ വർജിക്കുക, ചില ഊഹങ്ങൾ പാപങ്ങളാണ്. ഇജ്തിനാബ് എന്ന് പറഞ്ഞാൽ വർജിക്കുക, വെടിയുക, വിട്ടു നിൽക്കുക എന്നതാണ്. ലന്ന് എന്ന് പറയുന്നത് ഊഹമാണ്, ഇസ്മ എന്ന് പറയുന്നത് പാപമാണ്. ഇസ്ലാമികമായി ഊഹങ്ങൾ പലവിധമുണ്ട്. വാജിബായ ഊഹങ്ങൾ ഉണ്ട്. അള്ളാഹുവിനെക്കുറിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സത്യവിശ്വാസികളും വിശ്വാസിനികളും സദ്ഭാവന നിർബന്ധമാണ്. ഹുസ്നുൽ ലന്ന്, നല്ല വിചാരം, നല്ല ഊഹം, അത് നിർബന്ധമാണ്. രണ്ടാമത്തത് മുബാഹ്, അനുവദനീയമാണ്. ഇപ്പോൾ കോടതി ഒരു നിഗമനത്തിലെത്തുന്നത്, അനുമാനങ്ങളിലെത്തുന്നത്, ശാസ്ത്രരംഗത്തെ നിരീക്ഷണങ്ങൾ, നിഗമനങ്ങളാണ് ആ പഠനരംഗത്തെ, ഗവേഷണ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അത് അനുവദനീയമായിട്ടുള്ള നിഗമനങ്ങളാണ്. എന്നാൽ മുഹറമായിട്ടുള്ള, ഹറാമായിട്ടുള്ള ഊഹങ്ങളുണ്ട്. സജ്ജനങ്ങളെക്കുറിച്ച് തെറ്റായ ഊഹങ്ങൾ, ധാരണകൾ, ചീത്ത ഊഹങ്ങൾ വെച്ച് പുലർത്തുന്ന അല്ലന് അസയ്യ, ചീത്ത ഊഹം എന്ന് പറയുന്ന കാര്യം ഹറാമായിട്ടുള്ളതാണ്. തെളിവില്ലാത്ത എല്ലാ ചീത്ത വിചാരങ്ങളും ഇങ്ങനെയുള്ള ഊഹങ്ങളിൽ പെടുന്നു. അതിനാൽ തന്നെ ഇസ്ലാം ഊഹങ്ങളെ നിരുപാധികം വിലക്കുന്നില്ല. അതിൽ വാജിബും മുബാഹുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അഥവാ ഇസ്ലാമിൽ ഊഹമെന്ന് പറയുന്നത് സ്വയം വിലക്കപ്പെട്ട ഒരു കാര്യം അല്ല. എന്നാൽ കസീറം മിനൽ-ലന്ന്, ധാരാളമായിട്ടുള്ള അധിക ഊഹങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ഖുർആൻ ഇവിടെ പറയുന്നുണ്ട്. ചില ഊഹങ്ങൾ കുറ്റകരമായതിനാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നും, എന്നാൽ ഇന്ന ബഅദൽ-ലന്നി ഇസ്മുൻ, ചില ഊഹങ്ങൾ പാപമാണെന്നും ഖുർആൻ ഇവിടെ പറയുന്നത് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഊഹം ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്നൊക്കെ ചില ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ വിലക്കിയിട്ടില്ല. ഊഹം അനിവാര്യമായ ചില ഘട്ടങ്ങൾ ഇസ്ലാമിലുണ്ട്. ഇജ്തനിബൂ കസീറം മിനൽ-ലന്ന്, അധിക ഊഹങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ പാടുള്ളതും പാടില്ലാത്തതുമായ ഊഹങ്ങളെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഊഹത്തെ കടിഞ്ഞാണില്ലാതെ അഴിച്ചുവിടുന്നതും കേവല ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധൃതി പിടിച്ച് സൂക്ഷ്മത കാണിക്കാതെ നടപടികൾ എടുക്കുന്നതും ഇസ്ലാമികമായി തെറ്റാണ്. നല്ല മനുഷ്യരാണെങ്കിൽ അവരുടെ ജീവിത രീതികൾ, മുൻ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവരെക്കുറിച്ച് ഒരു സദ്വിചാരമാണ് നമുക്ക് വേണ്ടത്. സംശയകരമായ ഒരു സാഹചര്യത്തിൽ സച്ചരിതരായ ആളുകളെ നമ്മൾ കാണുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് അവരെക്കുറിച്ച് തെറ്റായി നമ്മൾ ധരിക്കരുത്. അവർ വിശ്വാസത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന, ജീവിതത്തിൽ കൃത്യത പാലിക്കുന്ന ആളുകളായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണ നീക്കുവാൻ അവരും ബാധ്യസ്ഥരാണ്. പൂർണ്ണമായും കുറ്റകരമായ ഊഹം എന്ന് പറയുന്നത് അത് ഒരാളെക്കുറിച്ച് ഒരു ന്യായവുമില്ലാതെ, ഒരു സൂചനയുമില്ലാതെ അനാവശ്യമായി തെറ്റിദ്ധാരണ വെച്ച് പുലർത്തലാണ്. അതിനനുസരിച്ച് നടപടികൾ എടുക്കലും പ്രചരിപ്പിക്കലും തെറ്റാണ്. മുൻധാരണയും പകയും ഇതിലൊന്നും സ്വാധീനിക്കാൻ പാടില്ല. നമുക്ക് ആ വ്യക്തിയോട് മുൻധാരണ ഉണ്ടാവാം, പകയുണ്ടാവാം, പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ ഊഹങ്ങളെ വെച്ച് നടപടികളിലേക്ക് പോകാൻ പാടില്ല. ചിലപ്പോൾ മനുഷ്യരുടെ അശ്രദ്ധ, ചെറിയ ചെറിയ വീഴ്ചകൾ ഒന്നും പരിഗണിക്കാതെ ഊഹത്തിൻ്റെ മറവിൽ വലിയ വലിയ കുറ്റങ്ങൾ അവർക്കെതിരെ ചുമത്തുന്നത് സാമൂഹിക രംഗം തകർത്ത് കളയുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് വളരെ ഗൗരവപ്പെട്ട സ്വഭാവത്തിൽ ഇസ്ലാം ഇത് പറയുന്നത്. തുടർന്ന് പറയുന്നത് വലാ തജസ്സസു, നിങ്ങൾ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് എന്നതാണ്. അന്യരുടെ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കുക, കുറവുകൾ പരതുക, മറ്റുള്ളവരുടെ അവസ്ഥകളും ഇടപാടുകളും ചികഞ്ഞു നോക്കുക, ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. മനുഷ്യൻ്റെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറുന്നതും രഹസ്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതും കടുത്ത തെറ്റാണ്. ഒളിഞ്ഞു നോട്ടം, കട്ടുകേൾക്കൽ, രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കുക, കാര്യങ്ങൾ അറിയാൻ മറ്റുള്ളവരെ ഏർപ്പാട് ചെയ്യുക,
അത്തരം ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, അതൊരു സ്ഥിരം പരിപാടിയാക്കുക, അത് വെച്ചിട്ട് കുടുംബങ്ങളെ തകർക്കുക, വ്യക്തികളെ അകറ്റുക തുടങ്ങിയിട്ടുള്ള സംസ്കാരശൂന്യമായ എല്ലാ നുഴഞ്ഞു കയറ്റങ്ങളും തെറ്റാണ്. വിശ്വാസികൾ അതിൽ നിന്ന് മാറി നിൽക്കണം. വലാ തജസ്സസു, നിങ്ങൾ രഹസ്യങ്ങൾ ചുഴിഞ്ഞ് അന്വേഷിക്കരുത്. സ്വകാര്യമായ രേഖകൾ, വ്യക്തിപരമായ മെസ്സേജുകൾ, അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നോക്കുന്നതും കാണുന്നതും വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്. ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രസക്തമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അറിയിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുത്തി ചോദിക്കുക, അത് വിശ്വാസികൾക്ക് പാടില്ല. ഒരു വളരെ നീചമായ സ്വഭാവമാണ്. ഒരു വ്യക്തി നിങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ അയാളോട് ആ പറയുന്ന മറുപടിയിൽ നിൽക്കണം, പിന്നെ കുത്തി ചോദിക്കരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവർ വിശ്വാസികളുടെ ദൗർബല്യങ്ങൾ പരതിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആര് വിശ്വാസികളുടെ ദൗർബല്യങ്ങൾ പരതിയോ അവൻ്റെ ദൗർബല്യങ്ങൾ അള്ളാഹുവും പരതുന്നതാണ്. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, അള്ളാഹു അത് സമൂഹത്തിലിട്ട് വെളിവാക്കി കളയും എന്നുകൂടി അതിനർത്ഥമുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷ, കലാപങ്ങൾക്കുള്ള ഗൂഢാലോചന തുടങ്ങിയവ നടക്കുമ്പോൾ അതറിയാൻ വേണ്ടി ചാരപ്പണി ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ്. അനുവദിക്കപ്പെട്ട ചാരപ്പണികൾ ഉണ്ട് എന്നുകൂടി നമ്മൾ അംഗീകരിക്കണം. വലാ യഗ്തബ് ബഅ്ദുക്കും ബഅ്ള എന്നാണ് തുടർന്ന് പറയുന്നത്. നിങ്ങൾ അന്യോന്യം പരദൂഷണം പറയുകയും അരുത്. ഗീബത്ത് പറയരുത്. ഒരാളുടെ അഭാവത്തിൽ, ഗിയാബത്തിൽ പറയുന്നതാണ് ഗീബത്ത്. അയാളില്ലാത്ത സമയത്ത് അയാൾ അറിഞ്ഞാൽ അരോചകമായി അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ഗീബത്ത് എന്ന് പറയുന്നത്, പരദൂഷണമെന്ന് പറയുന്നത്. അത് വാക്കിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ ദുസ്സൂചനകളിലൂടെയോ ആകാൻ പാടില്ല. ഒരു മനുഷ്യനുള്ള കാര്യം ഉള്ള കാര്യമാണ് പറയുന്നത് എങ്കിൽ അതാണ് ഗീബത്ത്. ഇല്ലാത്തത് പറയുന്നത് കള്ളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അൽ ഗീബത്ത് എന്ന് പറയുന്നത് ഉള്ളതാണ്. അൽ ഇഫ്ക് എന്ന് പറയുന്നത് അപവാദം പറയലാണ്. അൽ ബുഹ്താൻ എന്ന് പറയുന്നത് ഇല്ലാത്തത് പറയലാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ഖെദിബ്. അപ്പോൾ ഗീബത്ത്, ഇഫ്ക്, ബുഹ്താൻ, ഖെദിബ് ഒക്കെ പല കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ആളുകളുടെ ന്യൂനതകൾ പരമാവധി രഹസ്യമാക്കി വെക്കാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്, ചുഴിഞ്ഞന്വേഷിക്കാനല്ല. അതോടൊപ്പം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാനും അല്ല. ജനങ്ങളുടെ രഹസ്യങ്ങൾ പരതി കണ്ടെത്താൻ അള്ളാഹു ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. ഇത് ഭരണകൂടങ്ങൾക്കും ഭൂഷണമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ രഹസ്യമായി ആളുകളുടെ വിവരങ്ങൾ ചോർത്തുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ വിവാഹ അന്വേഷണം, അതുപോലെ ഒരു നേതൃതലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, സാമ്പത്തികമായ കൂട്ടുസംരംഭങ്ങളിൽ ഒരാളെക്കുറിച്ച് ചോദിക്കുമ്പോൾ സാമൂഹിക വിപത്ത് പരിഗണിച്ചുകൊണ്ട് അന്വേഷണ ഘട്ടത്തിലുള്ള ന്യൂനതകൾ ആവശ്യമനുസരിച്ച് വെളിപ്പെടുത്താമെന്ന് ഇസ്ലാം അനുമതി നൽകുന്നുണ്ട്. പരദൂഷണം പറഞ്ഞു പോയവർ അള്ളാഹുവിനോട് മാപ്പിരക്കണം, അതിൽ നിന്ന് പിന്മാറണം. വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചെന്ന് മാപ്പ് ചോദിക്കണം. മരിച്ചവനാണെങ്കിൽ ധാരാളം മഗ്ഫിറത്ത് തേടിക്കൊണ്ടിരിക്കണം. ഒരുപക്ഷെ അള്ളാഹു പുറത്തു തന്നേക്കാം. അപ്പോൾ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ഇത് എന്ന് അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ പറയുന്നത് അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമോ, നിങ്ങളിൽ ഒരാൾ തൻ്റെ മരിച്ച സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുമോ, നിങ്ങൾ അത് വെറുക്കുന്നുവല്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഗീബത്ത് അഥവാ പരദൂഷണം പറയൽ അങ്ങേയറ്റം നീചമാണെന്ന് ശ്രദ്ധേയമായി ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ സഹോദരൻ്റെ മരിച്ചു കിടക്കുന്ന മയ്യത്തിൽ നിന്ന് കഷ്ണം മുറിച്ച് തിന്നുവാൻ നിങ്ങൾക്ക് പറ്റുമോ, ഇഷ്ടപ്പെടുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഈ വിഷയത്തിൻ്റെ ഗൗരവം തെളിഞ്ഞു വരുന്നുണ്ട്. ശവം ഭക്ഷിക്കുന്നത് തന്നെ വെറുപ്പുളവാക്കുന്ന കാര്യമാണ്. അത് മനുഷ്യൻ്റേതായാൽ അതിനേക്കാൾ പ്രയാസമാണ്. അത് സ്വന്തം സഹോദരൻ്റേതാകുമ്പോൾ അതിനേക്കാൾ പ്രയാസമാണ്. അപ്പോൾ മരിച്ചു കിടക്കുന്ന സ്വന്തം സഹോദരൻ്റെ മയ്യത്തിൽ നിന്ന് ഭക്ഷിക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് ഗീബത്ത് എന്നാണ്. മരിച്ചു കിടക്കുന്ന എന്ന പ്രയോഗം അദ്ദേഹം ഇല്ലാത്ത അഭാവത്തിൽ പറയുന്നത് എന്ന അർത്ഥത്തിലും പറയാം. മരിച്ച ശേഷം ആരോ തൻ്റെ മാംസം തിന്നുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഒരാൾ മനസ്സിലാക്കുന്നത് പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വത്തഖുല്ലാ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലാഹ തവ്വാബുൻ, അവൻ തൗബ സ്വീകരിക്കുന്നവനാണ്, റഹീമാണ്. അപ്പോൾ വന്നു പോകുന്ന മനുഷ്യൻ്റെ
ഇത്തരം പിഴവുകൾ, കുറവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു പക്ഷേ വിട്ടുപുറത്ത് മാപ്പാക്കി തരാം. നിങ്ങൾ ആത്മാർത്ഥമായ തൗബ ചെയ്യണം. തൗബയുടേതായ എല്ലാ കണ്ടീഷനുകളും അതിൽ പാലിച്ചിരിക്കണം. നിങ്ങൾക്കതിൽ ഖേദമുണ്ടാകണം. പറഞ്ഞവരോട് നിങ്ങൾ മാപ്പ് ചോദിക്കണം. അങ്ങേയറ്റത്തെ മനസ്താപമുണ്ടായിക്കൊണ്ട് റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ എല്ലാ അവസ്ഥകളിലും മനുഷ്യന്മാർ മടങ്ങേണ്ടതുണ്ട്, തൗബ ചെയ്യേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യം തേടേണ്ടതുണ്ട്. ഒറ്റ നിമിഷം നമ്മളെക്കുറിച്ച് ആലോചിക്കൂ. നമ്മൾ മറ്റുള്ളവരുടെ അടുപ്പം കിട്ടാൻ വേണ്ടി പലപ്പോഴും ചെയ്യുന്നത് ഒരു പാവത്തെക്കുറിച്ച് കുറ്റം പറയലാണ്. അപ്പോൾ അങ്ങനെ കുറ്റം പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്, അതിൽ സംസാരിക്കാൻ ഭയങ്കര ആവേശമാണ്. അതിൻ്റെ പേരിൽ അവർ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, ചർച്ചാവേദികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും, ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. എന്താണ് കാര്യം? ഒരാളെക്കുറിച്ച് മോശപ്പെട്ടത് പറയുക, മോശപ്പെട്ടത് ആഘോഷിക്കുക, അയാൾക്ക് ഇഷ്ടമില്ലാത്തത് അഭാവത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, തിരുത്താൻ പോലും പാപത്തിന് അവസരമില്ല. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്, വളരെ മോശമാണ്. തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹു ഒരു പക്ഷേ പുറത്തു തരും എന്ന പ്രതീക്ഷയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അതിസൂക്ഷ്മമായ ഒരു തഖ്വ, വിശ്വാസം, ഒരു കൃത്യത പാലിക്കൽ, അതിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കൽ, അങ്ങനെയുള്ള ഒരു ജീവിതശൈലി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവാണ് വലിയവൻ, അതിന് അവൻ നമ്മെ തുണക്കുമാറാവട്ടെ. അവൻ്റെ തൗബയും റഹ്മത്തും ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.